നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന മത്സരത്തിൽ ഒരു അട്ടിമറി തോൽവിയാണ് ബയേൺ മ്യൂണിക്കിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ ആസ്റ്റൺ വില്ല ഏകപക്ഷീയമായ ഒരു ഗോളിന് അവരെ പരാജയപ്പെടുത്തുകയായിരുന്നു. മത്സരത്തിൻ്റെ 79ാമത്തെ മിനിറ്റിൽ ജോൺ ഡുറാൻ നേടിയ ഗോളാണ് അവർക്ക് വിജയം സമ്മാനിച്ചിട്ടുള്ളത്. മത്സരത്തിൽ ഗംഭീര പ്രകടനമാണ് അർജന്റീൻ ഗോൾ കീപ്പറായ എമിലിയാനോ മാർട്ടിനസ് നടത്തിയിട്ടുള്ളത്. ഒരുപാട് നിർണായക സേവുകൾ നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. വില്ല പാർക്കിൽ നടന്ന മത്സരം വീക്ഷിക്കാൻ വേണ്ടി നിരവധി ആരാധകരായിരുന്നു തടിച്ചുകൂടിയിരുന്നത്. മത്സരശേഷം ഈ ആരാധകരെ പ്രശംസിക്കാനും എമി മാർട്ടിനസ് സമയം കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഈ ആരാധകർ കാരണവും വില്ല പാർക്കിലെ ഈ മനോഹരമായ അന്തരീക്ഷം കാരണവുമാണ് ഞാൻ ക്ലബിനകത്ത് തുടരാൻ തീരുമാനിച്ചത് എന്നാണ് എമി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളെ TNT സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇത് അവിശ്വസനീയമായി തോന്നുന്നു. ഞാൻ ഈ ക്ലബ്ബിൽ ചേർന്നതിന് ശേഷം ആദ്യമായാണ് ഇത്രയധികം ഉച്ചത്തിലുള്ള വില്ല പാർക്കിനെ കാണുന്നത്. മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്ലബ്ബാണ് ഇത്. ഇവിടെ കളിക്കുന്നത് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നു. ഈ ആരാധകരെ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് ഞാനിവിടെ തുടരാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഈ വിജയം ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. ആദ്യത്തെ 8-ൽ ഇടം നേടേണ്ടതുണ്ട്. എല്ലാ മത്സരങ്ങളും വിജയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇതാണ് എമിലിയാനോ മാർട്ടിനസ് പറഞ്ഞിട്ടുള്ളത്. എമി വന്നതിന് ശേഷം ആസ്റ്റൺ വില്ല എന്ന ക്ലബിന് വലിയ വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. ചാമ്പ്യൻസ് ലീഗിൽ ഇതുവരെ കളിച്ച 2 മത്സരങ്ങളിലും അവർ വിജയിച്ചിട്ടുണ്ട്. അവരുടെ പരിശീലകനായ ഉനൈ എംറിയെ കൂടി പ്രത്യേകം എടുത്ത് പ്രശംസിക്കേണ്ടതുണ്ട്. അദ്ദേഹം വന്നതിന് ശേഷമാണ് ടീം കൂടുതൽ മികച്ച രൂപത്തിലേക്ക് മാറിയിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.